ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അൽ ജാമിയ ശാന്തപുരം ഏരിയകളുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ചുങ്കത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി നടത്തി. GIO കേരളയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം ഓൾ ടുഗദർ ടു ഗസ എന്ന തലക്കെട്ടിൽ നടത്തിവരുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമങ്ങളുടെ ഭാഗമായിരുന്നു റാലി. ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ബഹിഷ്കരണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനുഷ്യപക്ഷത്തോടുള്ള ബാധ്യത നിറവേറ്റാനും നീതിക്ക് സാക്ഷ്യം വഹിക്കുവാനും റാലി ആവശ്യപ്പെട്ടു. GIO മലപ്പുറം ജില്ലാ സമിതി അംഗം ഷെജറീന ഉദ്ഘാടനം ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കെ മനുഷ്യത്വമുള്ളവർക്ക് ഈ ആക്രമണങ്ങളോട് മൗനം പാലിക്കാൻ സാധിക്കില്ല എന്നും തങ്ങളാൽ കഴിയും വിധം പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ഇസ്രായേൽ എന്ന സയനിസ്റ്റ് രാഷ്ട്രം എല്ലാ ലോക നിയമങ്ങളും കാറ്റിൽ പറത്തി നടത്തുന്ന മനുഷ്യക്കുരുതിക്കെതിരെ ലോകമനസാക്ഷി ഉണരണമെന്നും അവർ പറഞ്ഞു. GIO അൽ ജാമിയ ഏരിയ പ്രസിഡന്റ് TS ഫാത്തിമ ഷെറിൻ, GIO ശാന്തപുരം ഏരിയ പ്രസിഡന്റ് സഹുവ ഹമീദ് എന്നിവരും സംസാരിച്ചു. ഫിദായ്സ്, മറിയം സമീർ, ഷബിന, അംന നൗഫ എന്നിവർ നേതൃത്വം നൽകി. റാലിയിൽ 300ഓളം പേർ പങ്കെടുത്തു. കണ്ണൂരിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഇന്ന് 11 ആൾക്കെതിരെയാണ് കേസെടുത്തത്. അതിൽ പറയുന്നത് സമൂഹത്തിലെ വർഗീയത ഉണ്ടാക്കാൻ കുറച്ച് ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ GIO ശ്രമിക്കുന്നത് വർഗീയത ഉണ്ടാക്കി സമൂഹത്തെ പിളർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിലും പലസ്തീൻ നരനായാട്ടം നടത്തുന്ന ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നിടത്ത് എവിടെയാണ് നമ്മൾ സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അവിടെ വർഗീയത പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതിനുശേഷം ആ കേസെടുത്തതിനു ശേഷമാണ് കേരളത്തിൽ GIO എന്ന സംഘടനയുടെ പേര് നിരവധി സ്ഥലത്ത് ഇതുപോലെയുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ ഞങ്ങള് സംഘടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഇത്തരം ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഓരോ തവണയും ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ പെൺകൂട്ടം ഇത് പൊതുസമൂഹത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് സംസാരിക്കുക തന്നെ ചെയ്യും.